എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ജ്യോതിഷത്തിൻ്റെ പഠനം ഈശ്വരാനുഗ്രഹത്താലും ഗുരുപരമ്പരകളുടെ അനുഗ്രഹത്താലും വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർ അത് കാണുക, കണ്ട് അതിലെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. സംശയമുള്ളത് എഴുതി വെച്ച് അത് അന്വേഷിക്കുക. എനിക്ക് കമൻറ്റ് ബോക്സിലിടുകയോ അല്ലെങ്കിൽ FBയിലോ മെയിലിലോ ഒക്കെ അയച്ചു തരിക. അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളും പഠിച്ചാൽ മാത്രമേ അസ്ട്രോളജി നമുക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റൂ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എളുപ്പമായിട്ട് ഒന്നും നേടാൻ പറ്റില്ല. നമ്മൾ ശ്രമിക്കാതെ ഒന്നും നേടാൻ പറ്റില്ല. ഷോർട്ട് കട്ടിലൂടെ നമുക്കൊന്നും നേടാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ശ്രമിച്ചുകൊണ്ട് നമ്മൾ ചെറിയൊരു ഷോർട്ട് കട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് പഠിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം രാശിക്ക് പല തരത്തിലുള്ള സ്വഭാവമുണ്ട്. അതിൽ ഒരു പ്രധാന സ്വഭാവം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആ ജാതകം നല്ല രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ ജാതകത്തിലൂടെ നമുക്ക് അവരെ മനസ്സിലാക്കാനും അവരെ നല്ല രീതിയിൽ റൂട്ട് ചെയ്യാനും പറ്റും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ക്യാരക്ടറാണ് രാശിയുടെ. സ്ത്രീ പുരുഷ രാശി അല്ലെങ്കിൽ ഓജയുഗ്മ രാശി അല്ലെങ്കിൽ ഓഡ് ഈവൻ രാശി എന്നൊക്കെ പറയും. ഒന്നും കൂടി പറയാം, ഓജയുഗ്മ രാശി അല്ലെങ്കിൽ പുരുഷ സ്ത്രീ രാശി അല്ലെങ്കിൽ ഓഡ് ഈവൻ രാശി. ഓഡ് ഈവൻ രാശി എന്ന് പറയുന്നത് നമ്മൾ കേട്ടില്ലേ, ഓഡ് നമ്പർ ഈവൻ നമ്പർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഇതും. ഈ ഒരു പ്രമാണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു കാര്യമുണ്ട്. പുരുഷന്മാർ ഈ രാശിയിൽ ലഗ്നമായി ജനിച്ചാൽ അവർക്ക് കുറച്ച് ബലം കൂടും, അതൊരു ഗുണം അനുഭവമുണ്ടാവും. അതുപോലെ സ്ത്രീ രാശിയിൽ സ്ത്രീകൾ ലഗ്നമായി ജനിച്ചാൽ, അസെൻഡൻ്റായിട്ട് ജനിച്ചാൽ അവർക്ക് കുറച്ച് ബലം കൂടും. മനസ്സിലാവുന്നുണ്ടോ? അത് പല ഘടകങ്ങളെ കൂട്ടിയിണക്കിയാണ് നമ്മളൊരു ഫലം പറയുന്നത്. ഒരിക്കലും ഒരു കാര്യം ബേസ് ചെയ്തിട്ടല്ല നമ്മൾ ജ്യോതിഷത്തിലെ ഫലം പറയുന്നത്. ഒരുപാട് സാധ്യതകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് നമുക്കൊരു ഫലം പറയുന്നത്. ടെൻഷൻ അടിക്കണ്ട, നമ്മളൊക്കെ അതിലേക്ക് എത്തിക്കോളും. നമുക്ക് ഓജയുഗ്മരാശിയെക്കുറിച്ച് ഇപ്പം ചിന്തിക്കാം. ഓജരാശിക്ക് ഒരു മസ്കുലൈൻ ക്വാളിറ്റി കൂടുതലായിരിക്കും. പൊതുവിൽ ഒരു പൗരുഷം കൂടിയ രാശിയായിരിക്കും. അതുപോലെ യുഗ്മരാശിക്ക് പൊതുവിൽ സ്ത്രൈണത കൂടിയ ഒരു രാശിയായിരിക്കും. അപ്പം ഒരു പൗരുഷ സഹജമായ ഒരു സ്വഭാവം ആ രാശിക്ക് ഉണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ യുഗ്മരാശിക്ക് സ്ത്രീ സഹജമായ ഒരു ഫെമൈൻ ക്വാളിറ്റി അതിനുണ്ട് എന്നൊരർത്ഥം. പുരുഷനിലും സ്ത്രീയിലും മെയിലും ഫീമെയിലും ക്വാളിറ്റി ഉണ്ട് എന്ന് ആധുനിക സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള യുങ്ങിനെ പോലുള്ളവർ പറയുന്നു. അല്ലേ? അനിമ ആൻഡ് അനിമസ് കൺസെപ്റ്റൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ ബ്രൗസ് ചെയ്താലും പഠിക്കാൻ പറ്റും. അത് പഠിക്കേണ്ടതുമാണ്. ജ്യോതിഷി പല മേഖലകളിലുള്ള അറിവുകളെ സംയോജിപ്പിച്ച് ഫലം പറയേണ്ട ആളോടാണ്. അപ്പം പുരുഷനിലുള്ള സ്ത്രീയും സ്ത്രീയിലുള്ള പുരുഷത്വവും ഒക്കെ ഉള്ളതാണ്. അപ്പം ഈ രാശിക്ക് സ്ത്രീ ക്വാളിറ്റിയും ഉണ്ട്, പുരുഷ ക്വാളിറ്റിയും ഉണ്ട്. എന്നാൽ ഒരെണ്ണം കൂടി നിൽക്കും. അത് ഓജരാശി പുരുഷരാശിയാണ്, യുഗ്മരാശി സ്ത്രീരാശിയാണ്. എന്താണ്? ഓജരാശി പുരുഷരാശിയാണ്, യുഗ്മരാശി സ്ത്രീരാശിയാണ്. ഓജരാശി ഓഡ് രാശിയാണ്, ഓഡ് നമ്പറാണ്, 1. മേടം ഓടാണ്, പുരുഷരാശിയാണ്. ഇടവം ടോറസ് സ്വാഭാവികമായിട്ടും യുഗ്മരാശിയായിരിക്കും. മിഥുനം ഓട് രാശിയാണ് അല്ലെങ്കിൽ ഓജരാശിയാണ്. കർക്കിടകം യുഗ്മരാശിയാണ്. മനസ്സിലാവുന്നുണ്ടോ? മേടം ഓജരാശിയാണ്, സ്വാഭാവികമായിട്ടും. ഇടവം യുഗ്മരാശിയാണ്. ജെമിനി അഥവാ മിഥുനം ഓജരാശിയാണ്, സ്വാഭാവികമായിട്ടും
അടുത്ത രാശി യുഗ്മമായിരിക്കും, കർക്കിടകം. അതിൻ്റെ തൊട്ടടുത്തുള്ള രാശിയായിട്ടുള്ള ചിങ്ങം ഏതാ? ഓജം. കന്നി യുഗ്മം, തുല ഓജം, വൃശ്ചികം യുഗ്മം, ധനു ഓജം. അടുത്തത് ഏതാ? മകരം യുഗ്മം, അടുത്തത് ഓജം, അടുത്തത് യുഗ്മം. കഴിഞ്ഞില്ലേ? 12 രാശി കഴിഞ്ഞില്ലേ? അപ്പം ഒന്നാമത്തെ രാശി ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? മേടൻ രാശി, അത് ഓജമാണ്. അപ്പോൾ അടുത്ത ഏതാ? യുഗ്മം. അടുത്ത ഏതാ? ഓജം. അടുത്ത ഏതാ? യുഗ്മം. ഓജം യുഗ്മം, ഓജം യുഗ്മം. അങ്ങനെ 12 രാശി വരുമ്പോൾ പഠിച്ചു. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. കാരണം ഇതറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. കാരണം നമ്മൾ ഭാവിയിൽ പ്രശ്നത്തിനെക്കുറിച്ച് പഠിക്കുമ്പോഴും ജ്യോതിഷത്തിൻ്റെ ജാതകം നമ്മൾ പരിശോധിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുമ്പോഴുമൊക്കെ ഇത് ഉപയോഗിക്കേണ്ട പല സ്ഥലങ്ങളും വരും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ഇവിടെ നോക്കുന്ന ഗ്രഹങ്ങൾ, ഇതിനെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾ, ഇതിനെ അംശിച്ചിരിക്കുന്ന ഗ്രഹങ്ങൾ, ഇതിൻ്റെ അധിപൻ, ഇതിനൊക്കെ പ്രാധാന്യം നോക്കിയാണ് നമ്മൾ ഫലം പറയുന്നത്. അപ്പോൾ ആ ഫലം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഈ രാശികളെയും ഗ്രഹങ്ങളെയും ഭാവത്തെയും കുറിച്ചുള്ള അടിസ്ഥാന അറിവുകൾ. അതിലൊന്നായിട്ടുള്ള ഓജം യുഗ്മം, സ്ത്രീ പുരുഷ രാശി അല്ലെങ്കിൽ പുരുഷ സ്ത്രീ രാശി പഠിച്ചുല്ലോ. ഇനിയും സംശയമില്ലല്ലോ. ഓജയുഗ്മ രാശി ഏതാണെന്നോ അല്ലെ ഓഡിയവൻ രാശി ഏതാണെന്നോ ഏതുറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയാൻ പറ്റണം. എങ്കിൽ മാത്രമേ ജ്യോതിഷം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം നന്നായി പഠിക്കുക, മനസ്സിരുത്തി പഠിക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കിതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഫലം പറയാനുള്ള ടെക്നിക്കും ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. ഭഗവാൻ നിശ്ചയിച്ചാൽ നമുക്ക് പഠിക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ നമസ്കാരം.